ഗായ്സ്, ആദംസ് ഗ്രാനിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയും നെയ്ച്ചോറുമാണ് ഗൈസ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. നെയ്ച്ചോറിനുള്ള വെള്ളമാണ് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യിൽ ഒരു സവാള വഴറ്റി അതിൽ കരയാമ്പൂ, പട്ട, പെരിഞ്ചീരകം എന്നിവ ഇട്ട് വഴറ്റിയിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണത്. അപ്പോൾ അതിൽ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതായത് കുറച്ച് ഇഞ്ചി, അളവൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചി കുറച്ച്, പച്ചമുളക് ഒരു 10 എണ്ണം, കുറച്ച് മല്ലിച്ചീര, കുറച്ച് വെളുത്തുള്ളി, ഇത് 4 കൂടി എടുത്ത് വെച്ചേക്കുന്നതാണ്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ കറിക്ക് ആവശ്യമുള്ള സവാള നമ്മൾ ഇതിനകത്ത് ചിക്കൻ ചുക്കയിൽ വറുത്താണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ തക്കാളി അധികം നേരിട്ട് ചേർക്കില്ല. തക്കാളി സോസായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ സോസിന് വേണ്ടിയിട്ടാണ് തക്കാളി എടുത്ത് വെച്ചേക്കുന്നത്. സോസ് ഞാൻ ഉണ്ടാക്കിയിട്ട് കറിയിൽ ചേർക്കും. ചിക്കൻ ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ, തൈര്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഉപ്പ് പൊടി, കുറച്ച് ചാറ്റ് മസാലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കൻ നേരെ വറക്കാൻ എടുക്കണതാണ്. വറക്കാൻ ഇട്ട് ഞാൻ ഈ സവാള വറുത്ത് വെച്ചേക്കണായിരുന്നു. അത് ഗ്രേവിക്ക് വേണ്ടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് സവാള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഒരു മുറിച്ച തക്കാളി കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം ചിക്കൻ അതിലേക്ക് ചേർക്കും. ചിക്കൻ ചേർത്തതിന് ശേഷം അതിനേക്ക് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കണം ടൊമാറ്റോ സോസ് അതുകൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മളുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിച്ചീര ഇട്ട് അലങ്കരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിക്കൻ ചുക്കയും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുട്ടികളുണ്ട്, അവരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാം. അപ്പോൾ അവരെന്താ പറയണേന്ന് നോക്കാം. ഇത് നമുക്ക് വേണ്ടി നെയ്ച്ചോറും ചിക്കൻ ചുക്കയും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി കറിയും റൈസും കൂടി എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ അധികമായിട്ട് സവാളയൊക്കെ ഇട്ടേക്കണ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ചാടി അടിച്ച് പൊട്ടിച്ചേക്കുക.